ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1662. ഇന്ന് ജൂലൈ മാസം 19-ാം തീയതി. ഈ ആണ്ടിലെ 201-ാമത്തെ ദിവസത്തിലെത്തി. ഈ ആണ്ടിലെ 200 ദിനങ്ങൾ കഴിഞ്ഞുപോയി. കളിച്ചും കബളിപ്പിച്ചും ഇവിടെ വരെയും എത്തി. തുടക്കത്തിലെ ഉത്സാഹമൊന്ന് ഓർക്കാനായിട്ട് എത്ര ആളുകൾക്ക് ധൈര്യം ഉണ്ടാവും? തുടക്കമെന്ന് പറയുന്നത് ഡിസംബർ 30-ഉം 31-ഉം പിന്നെ ആണ്ടുപിറവിയുടെ ആ ജനുവരി 1-ഉം ഒക്കെയാണ്. ഒന്നുറപ്പിക്കാം, മുമ്പോട്ടും ഇങ്ങനെയൊക്കെ തന്നെയാവും നമ്മൾ പോവുക. ശരിക്കും കുറച്ചൊക്കെ ലജ്ജ തോന്നേണ്ടതാണ്. മലയാളത്തിന്റെ പ്രിയ സച്ചിദാനന്ദൻ മാഷിന്റെ ഒരു കവിതയുടെ വരികളുണ്ട്. അതൊരു പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും ഒന്ന് പ്രാർത്ഥിച്ചാലും നല്ലതാണ്. ദൈവമേ, അവനവന്റെ നുണകളിൽ നിന്ന് അവനവനെ ഒന്ന് കാത്തുകൊള്ളണമേ. എന്റെ നുണകളിൽ നിന്ന് തന്നെ എന്നെ ഒന്ന് രക്ഷിക്കണമേ. എത്ര വലിയ ഒരു ആഴപ്പെട്ട പ്രാർത്ഥനയാണ്. നമ്മള് എന്നാ ഇനി നന്നാവുന്നേ? നാളെ നന്നാവാനായിട്ടാണ് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നത്. വീണ്ടും ഒരു ഡിസംബർ ഒക്കെ ഒന്ന് വന്ന് അതിന്റെ 30-ലേക്കൊക്കെ എത്തുമ്പോൾ വല്ലാത്തൊരു ഒരു ഉന്മേഷം ഉണ്ടാവുന്നുണ്ട്. വല്ലാതെ ഒന്ന് ഉറങ്ങി ഉണരുന്നുണ്ട്. ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായെന്ന് സക്കായിയുടെ യേശു പറയുന്നുണ്ട്. ആ ക്രൂശില് തന്റെ ഒപ്പമായിരുന്ന മനുഷ്യനോട് പറയുന്നുണ്ട്, ഇന്ന് നീ എന്നോടൊത്ത് പർദീസയിലായിരിക്കും. ഇന്ന്, ടുഡേ. അത് നമ്മൾ തീരെ ഗവനിക്കാറായി. നമ്മൾ നാളെ നീള എന്ന് നീട്ടിപ്പാടി ശീലിച്ചുപോയി. എല്ലാം പിന്നത്തേക്ക് മാറ്റിവെക്കുകയാണ്. ഇറ്റ് ഡു ടുഡേ നല്ലൊരു ബുക്കാണ്. ഒന്ന് തപ്പി വായിക്കേണ്ടതാണ്. ഇറ്റ് ഡു ടുഡേ. ഇന്ന് തന്നെ ചെയ്ത് ചിലത് തുടങ്ങണം. സാത്താന്റെ പാഠശാലയാണ്. പാഠശാല എന്ന് പറഞ്ഞ് ചെറുതാക്കാൻ പറ്റില്ല. വൻ യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും മിടുക്കനായ അധ്യാപകൻ ആരാണെന്ന് കണ്ടെത്താനുള്ള ഒരു പരീക്ഷണം നടക്കുന്നുണ്ട് അവിടെ. ഏറ്റവും കൂടുതൽ ശിഷ്യരെ നേടുന്നവനാണ് സമർത്ഥനായ അധ്യാപകനെന്ന് അവർക്കറിയാം. എല്ലാവരും ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഏറ്റവും കൂടുതൽ ശിഷ്യരെ നേടുന്നവൻ സമർത്ഥനായ അധ്യാപകനാവും. അവർ ഭൂമിയിൽ പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും തുടങ്ങി. നരകമില്ല എന്നും അതുകൊണ്ട് ആരുമൊട്ടും പേടിക്കണ്ടെന്നും പറഞ്ഞ അധ്യാപനോടൊപ്പം ഏതാണ്ട് 25% ആളുകൾ കൂടി. ദൈവമില്ല എന്ന് പറഞ്ഞവർക്കൊപ്പവും കുറെ കൂടി. തിന്മ എന്നൊന്നില്ല എന്ന് പറഞ്ഞവർക്കൊപ്പവും കൂടി. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൂടി അധ്യാപകൻ പറഞ്ഞതും പഠിപ്പിച്ചതും മറ്റൊന്നായിരുന്നു. ഇപ്പോൾ മാനസാന്തരം വേണ്ട. ഇനിയും ഒത്തിരി സമയം ബാക്കി കിടപ്പുണ്ടല്ലോ. യജമാനൻ വരാൻ എന്തായാലും താമസിക്കുമെന്ന്. അങ്ങനെ നിഷ്ക്രിയരായി ജീവിക്കുന്ന ആളുകൾ, അവർ പതിയെ അവിശ്വസ്തരാവും. അവർ പതിയെ ദുഷ്പ്രവൃത്തിക്കാരാവും. യേശുവിന്റെ വിളി മുഴങ്ങുന്നുണ്ട്, ദുഷ്ടദാസ എന്ന്. അത് കേൾപ്പാനായിട്ട് കഴിയാത്ത വിധം, അങ്ങനെ കേൾക്കാതിരിപ്പാനായിട്ട്, എന്റെ ജീവിതത്തെ പാകപ്പെടുത്താനായിട്ട് എന്നെ ഒന്ന് പാകപ്പെടുത്തണമേ. ആമേൻ.